താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായ കാക്കനാട് DLF ഫ്ളാറ്റിൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഇല്ലെന്ന് താമസക്കാർ. നേരത്തെ കോളി ബാക്ടീരിയ സ്ഥിരീകരിച്ച വിവരം ഫ്ളാറ്റിൽ ഉള്ളവരോട് അസോസിയേഷൻ പറഞ്ഞില്ല എന്നും താമസക്കാർ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് വൈകുകയാണ്. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കാക്കനാട് DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് വയറിളക്കവും ഛർദിലും പിടിപെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഇവിടെ നിന്നുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ശേഖരിച്ചതിനു ശേഷം പരിശോധനയ്ക്കായി ലാബുകളിലേക്ക് കൊണ്ടുപോയത്. 2 ദിവസം കൂടി എടുക്കും ഈ ഒരു റിസൾട്ട് കിട്ടാനെന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ 400-ലധികം പേരാണ് വിവിധ ആശുപത്രികളിലും വീടുകളിലുമായി സമാനമായിട്ടുള്ള രോഗലക്ഷണവുമായി ചികിത്സ തേടിയിരിക്കുന്നത്. ഈ DLF ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത് ടാങ്കർ വഴിയാണ്. ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഡബിൾ ക്ലോറിനേഷൻ അടക്കം നടത്തിയെങ്കിൽ പോലും ഇവിടെ താമസിക്കുന്നവർക്ക് അതിൽ നിന്നും വെള്ളം ഉപയോഗിക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം സർക്കാർ തന്നെ ഇവിടേക്ക് കുടിവെള്ളം വിതരണം ചെയ്യും. ടാങ്കറുകളിലാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നതും അതും കൃത്യമായിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ് ഇവിടേക്കും എത്തിക്കുന്നത്. വെള്ളം ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് ഇവിടെ എത്തി ഫ്ളാറ്റിലെ ഓരോ അന്തേവാസികളെയും കണ്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. 25ഓളം കുട്ടികളും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പക്ഷേ അപകടകരമായിട്ടുള്ള ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് വലിയൊരു ആശ്വാസവും. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലാണ് ഈ DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് ഓരോരുത്തർക്കുമായി ഇത്തരത്തിൽ പനിയും ഛർദിലും വയറിളക്കവും ഒക്കെ അനുഭവപ്പെടുന്നത്. ആദ്യം അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എങ്കിലും പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഈ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് ഈ അന്തേവാസി തന്നെ ഒരു വ്യക്തി ഈ ലാബിൽ ഈ വെള്ളം കൊണ്ടുപോയി നടത്തിയ പരിശോധനയിലാണ് കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പക്ഷേ ഇത് അസോസിയേഷനെ അറിയിച്ചുവെങ്കിലും അവർ കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർ ഈ താമസിക്കുന്നവർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം ആരാണോ ഇപ്പോൾ നൽകിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ ലഭിക്കുന്ന കുടിവെള്ളം ഇവിടെ പര്യാപ്തമല്ല എന്നും ഇനിയിപ്പോൾ ഇവിടെയുള്ള സ്രോതസ്സുകൾ ഇനി ദീർഘനാൾ അടച്ചിടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഈ ഫ്ളാറ്റുകളിൽ ആവശ്യമായി വരുമെന്നും ഇവിടുത്തെ താമസക്കാരൻ പറയുന്നുണ്ട്. ആവറേജ് കൺസംഷൻ 4.75 to 5 lakh liters per day ആണ്. നമുക്ക് KWA നിന്ന് വരുന്ന വെള്ളം ലെസ് ദാൻ 25,000 liters ആണ്. അതും എല്ലാ ദിവസവും കിട്ടത്തുമില്ല. നമുക്ക് നമ്മുടെ ബോർവെല്ലുണ്ട്. നമുക്ക് വാട്ടർ സെൽഫ് സഫീഷ്യന്റ് ആണ്. ക്വാളിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മുടെ ഇഷ്യൂ. നമുക്ക് ബോർവെല്ലുണ്ട്. ചില ബോറിൽ 2000 വരെയാണ് TDS. ദറ്റ് ഇസ് നോട്ട് ഡ്രിങ്കബിൾ. അപ്പം നമുക്ക് ആ വെള്ളത്തിന്റെ TDS കുറയ്ക്കാനാണ് നമ്മൾ ടാങ്കർ വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ബോറുണ്ട്, കിണറുണ്ട്, KWAയുടെ വെള്ളമുണ്ട്. ഇതിന്റെ എല്ലാം മിക്സ് ആണ് ഇതിന് മുന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലാസ്റ്റ് ഒരു 8 months ആയിട്ടാണ് നമ്മൾ ടാങ്കർ വാട്ടർ റിലൈ ചെയ്ത് തുടങ്ങിയത്. ബട്ട് ഈ ഒരു ഔട്ട് ബ്രേക്കിന്റെ എക്സാക്ട് റീസൺ ഏത് സോഴ്സ് ആണെന്നുള്ളത് നമ്മൾ എല്ലാ വെള്ളവും ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അസോസിയേഷന്റെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇല്ലാത്തതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണമായി കണക്കാക്കുന്നത്. ഒരു മുന്നറിയിപ്പ് പോലും അസോസിയേഷൻ ഇവിടെ ഉള്ള താമസിക്കുന്നവർക്ക് നൽകിയിട്ടില്ല. ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നും നാട്ടുകാർ ഈ താമസിക്കുന്നവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കളക്ടർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് DMAക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഈ റിപ്പോർട്ട് വൈകുന്നിടത്തോളം കൂടിയും ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ താമസിക്കുന്നവരുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്.